താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാരണം മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ക്ലിയർ ആണ്. ദെൻ പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോൾ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ആണോ? അല്ല, കുറവാണ് കേട്ടോ. പിന്നെ കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പം നീന്താൻ കഴിയുന്ന കാരണം കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. എന്താണ്? കൂടുതലാണ് കേട്ടോ. ദെൻ ഉയരം കൂടുന്നതനുസരിച്ച് വായുവിന്റെ സാന്ദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. 1ഉം 4ഉം ശരിയാണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം പെട്ടെന്ന് പോവാ, സമയമില്ല, സമയം പോണു. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഞാൻ പറയാതെ വിടില്ല, അതുകൊണ്ടാണ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. 32 സ്വയം ആൻസർ ചെയ്തേ, ഇമ്പോർട്ടന്റ് ആണത്. മുപ്പത്തിരണ്ടാമത്തെ എന്താ വരിക? ഡി ആണ് വരിക അല്ലെ? എന്താണ്? ലൂയി ഇബ്രേസ വരിക അല്ലെ? ലൂയി ഇ ബ്രെസ എന്ന് വരിക. എന്താണ്? എന്താണ് ഇവരെ 3 പേരും എന്തിനാണ്? ഇവർക്ക് എന്താണ്? രസതന്ത്രത്തിനാണ് കേട്ടോ. രസം 2023 കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഇവർക്ക് രസതന്ത്രം എന്തിനാ കിട്ടിയത്? കോണ്ടൺ ഡോട്ട്സ്. ഇവർ 3 പേർക്കും എന്തിനാ കിട്ടിയത്? ഇയറിക്കും ഫെഡറലും ഹുല്ലിയർ ആൻഡ് എൽ ഹുല്ലിയർ, ഇതാണ് കറക്റ്റ് പേര് കേട്ടോ. എന്താണ്? പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപീകരിച്ചതിന് വേണ്ടിയാണ്. എന്താണ്? പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ രൂപീകരിച്ചതിന് താഴെ പറയുന്നതിൽ ആരാണ് എന്ന് ചോദിക്കും. ക്ലിയർ ആണോ? അപ്പൊ എന്ത്? ഇത് കോണ്ടൺ ഡോട്ട്സുമാണ്. ഇതെന്താണ്? പ്രകാശവുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആക്കി മനസ്സിലാക്കി. ക്ലിയർ ആണോ? ഭൗതികശാസ്ത്ര നൊബേൽ നേടിയ 5ാമത്തെ വനിത ആരാണ്? 5ാമത്തെ വനിത ആരാണ്? 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 പറഞ്ഞേ. ആൻഹിൽ ഹുല്ലിയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഹിൽ ഹുല്ലിയർ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. 2023. ക്ലിയർ ആണോ? 1ാമത്തെ ആരായിരുന്നു? 1ാമത്തെ വനിത മേരി ക്യൂരി ട്ടോ. 1ാമത്തെ മേരി ക്യൂരി 1903 മേരി ക്യൂരി 1903. 2ാമത്തെ മറിയ ഗോട്ടപ്പ് മേയർ. അതിന്റെ ആവശ്യമൊന്നുമില്ല. 2ാമത്തെ മറിയ ഗോട്ടപ്പ് മേയർ ആണ് തോന്നുന്നു 63. ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. ഏരുംപടി ചേർത്തേ. ഓക്കെ, ചേരുംപടി ചേർത്തേ മക്കളെ. പെട്ടെന്ന് എല്ലാം ശരിയാണോ? എങ്ങനെയാണ്? എങ്ങനെയാ വരിക? 1ാമത്തെ ഏതാ വരിക? 1ാമത്തെ പിണ്ഡം ഏതാ വരിക? 1ാമത്തെ കിലോഗ്രാം ആണ് അല്ലെ? കിലോഗ്രാം ആണ് വരിക. 2ാമത്തെ എന്താണ്? വൈദ്യുതപ്രവാഹം ആംബിയർ ആണ്. 3ാമത്തെ പദാർത്ഥത്തിന്റെ അളവ് എന്താണ്? മോളാണ്. പ്രകാശ തീവ്രത കാണില്ല. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? താഴെ പറയുന്നതിൽ താപനിലയുടെ SI യൂണിറ്റ് എന്ത്? SI യൂണിറ്റ് ഏതാണ്? ഏതാണ്? കെൽവിൻ ആണല്ലേ? കെൽവിൻ അല്ലെ? കാൺലെ ആണെങ്കിൽ പ്രകാശ തീവ്രത. ആംബിയർ ഏതാണ്? വൈദ്യുത പ്രവാഹമാണ്. മോള് പദാർത്ഥത്തിന്റെ അളവ്. ക്ലിയർ ആണോ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. 1960 ഓക്കെ ആണോ? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് PSCയുടെ ചോദ്യമാണ്. അതിൽ ഓപ്ഷൻ ബി നോക്കിയ മുഴം കറക്റ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. മുഴം എന്താണ് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ് എന്ന് മനസ്സിലാക്കുക. ഒരു ഹാൻഡ് എത്രയാണ്? എത്ര ഇഞ്ചാണ് ഒരു ഹാൻഡ്? ഇത് ഓപ്ഷൻ PSCയുടെ ഓപ്ഷൻ തന്നെയായിരുന്നു. ഒരു ഹാൻഡ് എത്രയാണ്? എത്ര ഇഞ്ചാണ് ഒരു ഹാൻഡ്? എത്ര ഇഞ്ചാ മക്കളെ? 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ചാണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്?
അതായത് അവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ, ഒരു അടി പറയുന്നത് 12 ഇഞ്ചാണ്, ഒരു ഫാത്തം 6 അടി, ഒരു മൈല് 8 ഫർലോങ്, ഒരു യാർഡ് 3 അടി എന്ന് പറയുന്നു. എല്ലാ ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത്? 38 ഓപ്ഷൻ എ അല്ല വരിക, സി വരുവോ? 1, 2 മാത്രമാണ് ശരി. എല്ലാം ശരിയാണ് കേട്ടോ. കാരണം അത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ക്ലിയർ ആക്കുന്നത്. ദെൻ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് എത്ര ദൂരമാണ്? ഒരു നോട്ടിക്കൽ മൈൽ എന്ന് എത്ര ദൂരമാണ്? എത്രയാണ്? 1.852. ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ ആണോ? 1.6 ഏതാണ്? 1 മൈലാണ് കേട്ടോ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, 1 കിലോമീറ്റർ ആണ് അല്ലെ. ഒരു ഹെക്ടർ എന്നത് എത്രയാണ്? ഒരു ഹെക്ടർ 2.47 ഏക്കർ കേട്ടോ. ചാവുകടലിൽ 1 ലിറ്റർ ജലത്തിന്റെ ഉപ്പിന്റെ അളവ് എത്രയാണ്? PSC ചോദ്യമാണ്. ഇടയ്ക്കൊന്ന് സിമ്പിൾ ആക്കണ്ടേ. 340 ഗ്രാം കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ദെൻ താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക. ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പ് ജലത്തെ സാന്ദ്രത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. അത് നമുക്ക് ശരിയായി തോന്നുന്നുണ്ട് അല്ലെ. ദെൻ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ് എന്ന് പറയുന്നു. ശരിയാണ്. ദെൻ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് സോളാർ ദിനം എന്ന് പറയുന്നു. അതും ശരിയാണ്. ദെൻ അടുത്ത എന്തായിരുന്നു ചോദ്യം? സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നു. അല്ല സോറി, മണിക്കൂർ എന്ന് പറയുന്നു. ആണോ? അല്ല. ഞാൻ ഉത്തരം പറഞ്ഞു, സെക്കൻഡ് ആണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതാണ് എന്ത് പറഞ്ഞ? ഭ്രമണം എന്ന്. ഇപ്പോഴും അതറിയാത്ത ആൾക്കാരുണ്ട്. ഭ്രമണമാണ് അല്ലെ. ദെൻ ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രവർത്തനമാണ് പരിക്രമണം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനമാണ് എന്ത്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ദളങ്ങളുടെ ചലനമാണ് എന്ത്? പരിക്രമണം. ന്യൂക്ലിയസിലെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനമാണ് എന്ത്? എന്താണ്? പരിക്രമണ ചലനവും അതുപോലെ തന്നെ ഭ്രമണവും. ക്ലിയർ ആണോ? 1, 2, 3, 4 ശരി. ക്ലിയർ ആണോ? തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ലിഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ചലനം നേർരേഖാ ചലനമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ. ദെൻ ദൂരേക്ക് ക്ലോക്കിലെ സെക്കൻഡ് സൂചികയുടെ അഗ്രഭാഗം വർത്തുള ചലനമാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ശരിയാണ്. ദെൻ ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം നേർരേഖാ ചലനമാണോ? അല്ല. എങ്ങനെയാണ്? അത് വക്രരേഖാ ചലനമാണ്. അപ്പൊ 3 തെറ്റാണ്. ഊഞ്ഞാലിൽ ഉള്ള ചലനം ദോലനമാണ്. ഒക്കെയാണോ? അപ്പൊ ഏതാണ് തെറ്റായ പ്രസ്താവനയാ ചോദിച്ചത്? ഏതാണ്? ഓപ്ഷൻ സി, 3 മാത്രം തെറ്റ്. ക്ലിയർ ആണോ? ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? നമുക്കറിയാം. ചലന നിയമം ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. ഐസക് ന്യൂട്ടൻ ആണ്. ഒരു ക്ലോക്കിലെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയായാൽ എന്ത് സംഭവിക്കും? PSC ചോദ്യമാണ്. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയായാൽ എന്ത് സംഭവിക്കും? ഒരു ചായ കിട്ടിയിട്ടോ കുടിക്കാണ്. എന്ത് സംഭവിക്കും? 46ാം ചോദ്യം. ഓപ്ഷൻ സി, ക്ലോക്ക് മന്ദഗതിയിലാവും ട്ടോ. ദെൻ താഴെ തന്ന പ്രസ്താവന ചലന ജഡത്വത്തിന് ഉദാഹരണം. ഏതൊക്കെയാണ് ശരി? 1ഉം 4ഉം മാത്രമാണ് ശരി അല്ലെ. ഏതൊക്കെയാണ്? 1ഉം 4ഉം മാത്രമാണ് ശരിയായി വരിക അല്ലെ. 2ഉം 3ഉം എന്താണ്? നിശ്ചല ജഡത്വമാണ്. ക്ലിയർ ആണോ? 1ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? അല്ലെ. ബാക്കി 2 എന്താണ്? നിശ്ചല ജഡത്വമാണ്. ദെൻ ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ആരാ മക്കളെ?
ഐസക് ന്യൂട്ടൻ ആണ്. ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. ക്ലിയർ ആണോ? ഒരു പ്രൊജക്ടൈലിന്റെ ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് എന്താണ്? 45 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് അല്ലെ. അന്തരീക്ഷം ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് എന്ത്? പ്രൊജക്ടൈലും കൂടി മനസ്സിലാക്കി വെക്കുക. ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും അല്ലെ, അമ്പെയ്ത്തും ഷോർട്ട് പുട്ടൊക്കെ എന്താണ്? പ്രൊജക്ടൈലിന്റെ ഉദാഹരണമാണ്. ദെൻ ചുവടെ തന്നിരിക്കുന്നതിൽ ഭ്രമണത്തിന് ഉദാഹരണം ഏത്? ഭ്രമണത്തിന് ഏതാണ്? ഒരു കല്ല് ചരലിൽ കെട്ടിക്കിടക്കുമ്പോൾ കല്ലിന്റെ ചലനം അല്ലെ. ദെൻ ഒന്നാം വർഗ ഉത്തോലനത്തിന് ഉദാഹരണമാണ് ഏതാ പറയാ? കത്രിക അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി ഡി കത്രികയാണ്. ഏതാണ്? ഓപ്ഷൻ ഡി കത്രികയാണ്. ദെൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ആദ്യ പ്രവേഗം 0 സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഏതാണ്? തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ. ചരട് എന്താണ്? ചരട് കെട്ടിക്കിടക്കുന്ന വർത്തുല ചലനമാണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ചരട് കെട്ടിക്കിടക്കുന്ന വർത്തുല ചലനമാണെന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. 52 ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം മാത്രമാണ് ശരി അല്ലെ. 2ഉം 3ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അന്ത്യപ്രവേഗം എപ്പോഴാണ്? 0 അല്ലെ. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച്, ആ ഒരു ക്വസ്റ്റ്യൻ ചെറിയൊരു എറർ ഉണ്ട് കേട്ടോ. അത് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വേണ്ട. അല്ല, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ക്ലിയർ ആക്കിയതാണ്. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച് ഒരു കാറിന്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും? എന്താണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം അല്ലെ. എത്രയാണ്? 40 ബൈ അല്ലെ. 40 അറിയില്ല ഇത് ചെയ്യാൻ ആണോ? ക്ലിയർ ആണോ? പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രനാൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 സെക്കൻഡിൽ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഓക്കെ ആണോ? ആവൃത്തിയുടെ യൂണിറ്റ്സ് ഹെർട്സ് ആണ് എന്ന് പറയുന്നു. അത് ശരിയാണ്. ദെൻ സ്ഥിര വേഗത്തിലുള്ള തരംഗത്തിന് ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കൂടുന്നു എന്ന് പറയുന്നു. അല്ല, എന്തായിരിക്കും? അവിടെ കുറയാണ് ചെയ്യുക കേട്ടോ. കുറയാണ് ചെയ്യുക. ആവൃത്തിയും ടൈം പീരീഡും തമ്മിൽ ബന്ധപ്പെടുത്തിയാൽ ലഭിക്കുന്ന സമവാക്യം ഏതാണ്? F=y/t ആണ്. ക്ലിയർ ആണോ? ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ് കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവി ഏത്? ഏതൊക്കെയാ വരിക? വവ്വാലും വരും, ഡോൾഫിനും വരും കേട്ടോ. ചോദ്യമാണ്. വവ്വാലും വരും, ഡോൾഫിനും. 1ഉം 3ഉം കേട്ടോ. 1ഉം 3ഉമാണ് വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന ഇൻഫ്രാസോണിക് തരംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത് ഏത്? ഹെർട്സിന് കുറവ് ആവൃത്തിയുള്ള ശബ്ദ തരംഗം. പിന്നെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗം ശരിയാണ്. മൂത്രാശയക്കല്ല് പൊടിച്ചു നീക്കം ചെയ്യുന്ന ഉപയോഗിക്കുന്നു. അല്ല, മൂത്രാശയക്കല്ല് എന്താണ്? അൾട്രാസോണിക് ആണ് കേട്ടോ. അൾട്രാസോണിക് ആണ്. ആന, തിമിംഗലം, ജിറാഫ്, അതൊക്കെ ശരിയാണ് അല്ലെ. ഏതാണ് തെറ്റ്? തെറ്റ്
ഓപ്ഷൻ സി മാത്രമാണ് അല്ലെ. മൂത്രാശയക്കല്ല് ഏതാണ്? അൾട്രാസോണിക് ആണ്. ഇത് മാത്രമാണ് തെറ്റ്. Then F is equal to ma എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമം ഏതാണ്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ്. ഓപ്ഷൻ ബി ആണ്. Then വീണ്ടും ക്വസ്റ്റ്യൻ കയറി അല്ലെ. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കാവുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? പ്രൊജക്ടൈൽ മോഷൻ അല്ലെ. ഓപ്ഷൻ സി ആണ്. 45 ഡിഗ്രി ആണ് പറഞ്ഞു അല്ലെ. Then സമവർത്തുല ചലനത്തിനുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തിന്റെ ദിശ എവിടേക്കാണ്? ഓപ്ഷൻ എ വൃത്തകേന്ദ്രത്തിലേക്ക്. എവിടെയാണ്? ഓപ്ഷൻ എ വൃത്തകേന്ദ്രത്തിലേക്ക്. ക്ലിയർ ആണോ? ചുവടെ തന്നിരിക്കുന്നത് ഘർഷണ ബലത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റ് വരിക? ഒരു വസ്തുവിന് മുകളിൽ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തു ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നു. അത് ശരിയാണ്. then എന്താണ്? തിരങ്ങൾ ഘർഷണം ഉരുളുമ്പോൾ ഘർഷണ ബലത്ത് കുറവായിരിക്കുമാണോ? അത് തെറ്റല്ലേ? then ഘർഷണം കുറയ്ക്കുന്നതിനായി വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നത് ധാരരഹിതമാക്കാൻ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണ്. then സൈക്കിൾ ചക്രത്തിന് ആക്സിൽ എണ്ണ ഇടുന്ന ഘർഷണം കുറയ്ക്കാനാണ്. ഏതാണ് തെറ്റ്? ബി മാത്രമാണ് തെറ്റ്. തുന്നൽ സൂചികയുടെ അഗ്രം കൂർത്തയായി നിർമ്മിക്കുന്നതിന് കാരണം എന്താണ്? ഏതാ പറയാ? പ്രതലത്തിന്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം എന്ത് സംഭവിക്കും? കൂടും അല്ലെ. മർദ്ദം കൂടുന്നു. ക്ലിയർ ആണ്. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന് വരിക. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മർദ്ദം എന്താണ്? ബാരോമീറ്റർ ആണല്ലേ. ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ്. ശരീരത്തിന്റെ പിണ്ഡത്തിന്റെ ഇരട്ടിയാവുകയും അതിന്റെ വേഗത പകുതിയാവുകയും ചെയ്താൽ ശരീരത്തിന്റെ രേഖീയാക്കത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുക? അതേപടി തുടരുന്നു. ഓപ്ഷൻ ഓക്കെ. മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തന തത്വം. അറുപത്തിയഞ്ച് ഏതാണ്? പാസ്കൽ ആണ് അല്ലെ. ഏതാണ്? പാസ്കൽ ആണ്. സൂര്യഗ്രഹണത്തിന്റെ കൃത്യമായ ക്രമം ഏതാണ്? എങ്ങനെയാ വരിക? EMS എങ്ങനെയാ വരിക? ചന്ദ്രനാണെങ്കിൽ MES അല്ലെ. ഏതാ വരിക? ഓപ്ഷൻ സി വരും അല്ലെ. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. എങ്ങനെയാണ്? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. ക്ലിയർ ആണോ? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ഏതാണ്? നമുക്കറിയാം, യൂറി ഗഗാറിൻ. ക്ലിയർ ആണോ? ചന്ദ്രദിനം എപ്പോഴാണ്? ചന്ദ്രദിനം ജൂലൈ 21. ക്ലിയർ ആണോ? ചുവടെ തന്നിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകളിൽ പെടാത്തത് ഏത്? ഏതാണ്? ബലമാണ് പെടാത്തത് അല്ലെ. മീറ്റർ എന്താണ്? നീളമാണ് അല്ലെ. ആംബിയർ വൈദ്യുതപ്രവാഹമാണ്. കെൽവിൻ താപനില. ക്ലിയർ ആണോ? ബലമാണെങ്കിൽ കിലോഗ്രാം, വിൽപ്പന യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കൂടി ഓർത്തു വെക്കാം. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ പെടാത്തത് ഏതാണ്? ഏതാ വരിക? ആങ്സ്ട്രോം വരും അല്ലെ. ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഒരു 15 കോടി കിലോമീറ്റർ ആണ് അല്ലെ. ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച പ്രകാശം ദൂരമാണ് പ്രകാശവർഷം.
എത്രയാണ് ഒരു പാർസെക്ക്? 3.26 പ്രകാശ വർഷമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. Then ചുവടെ തന്നിരിക്കുന്നത് വ്യാപ്തവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്താണ്? ഓപ്ഷൻ എ, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നു. അത് ശരിയാണ്. Then ബി എന്താണ്? വ്യാപ്തത്തിന്റെ യൂണിറ്റ് കിലോ. 2, വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്ന് പറഞ്ഞത് ശരിയാണ്. വ്യാപ്തത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണോ? ആണോ? തെറ്റാണ് അല്ലെ? എന്താണ് ആൻസർ വരിക? എന്താ വരിക? മീറ്റർ ക്യൂബ് മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ കിലോഗ്രാം ഇല്ല, മീറ്റർ ക്യൂബ് മാത്രമാണ്. ഓപ്ഷൻ സി ആണ് തെറ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റ്. Then ചുവടെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയിലേക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നു. പിന്നെന്താണ്? ഓപ്ഷൻ ഏതാ വരിക? പ്രകാശ അനുപ്രസ്ഥ തരംഗ ഉദാഹരണമാണ് ശബ്ദതരംഗം, അനുദൈർഘ്യമാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ ആണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. Then സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്തു മാറ്റമാണ് ഉണ്ടാവുക? എന്തു മാറ്റമാണ് ഉണ്ടാകുക? എന്ത് മാറും? കുറയുന്നു അല്ലെ? എന്താണ്? കുറയുന്നു. ഓപ്ഷൻ ബി ആണ്. Then സോണാറിന്റെ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? ഏതാണ് സോണാറിൽ? നമ്മൾ അപ്പേ പറഞ്ഞു അല്ലെ? ഏതാ പറഞ്ഞത്? സോണാർ അൾട്രാസോണിക് ആണ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്ന ഉപയോഗിക്കുന്ന ശബ്ദത്തിന്റെ പ്രതിഭാസം ഏതാണ്? ഏതാണ്? ഡോപ്ലർ ഇഫക്റ്റ്. ഓപ്ഷൻ എ ആണ് അല്ലെ? പ്രതിധ്വനി എന്താണ്? ശബ്ദത്തിൽ തട്ടിത്തൂത്ത് ഒന്ന് പ്രതിധ്വനിയാണെന്ന് മനസ്സിലാക്കുക. അനുരണനം ആവർത്തന അല്ലെ പ്രതിപതനത്തിലൂടെ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു മുഴക്കത്തിനെയാണ് എന്ത് പറയുക? അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് അടിക്കുന്നില്ലേ, അതല്ലേ? അതാണ് അനുരണനം. നായകൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ ആവർത്തി എത്രയാണ്? ഓപ്ഷൻ ഡി വരും അല്ലെ? എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഗാൾട്ടൺ വിസിൽ അല്ലെ? എത്രയായിരുന്നു? 30,000 ഹെർട്സ് ആണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ് മക്കളെ? എപ്പോഴും BSc ചോദിക്കും. എപ്പോഴാണ്? ഏതാണ് ബലം? ന്യൂക്ലിയർ ബലം. ഏറ്റവും ദുർബലമാണ് ഗുരുത്വാകർഷണ ബലം. ക്ലിയർ ആണോ? Then ചുവടെ തന്നിരിക്കുന്ന അതിൽ ഇലാസ്തിക ബലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇലാസ്തിക, ഒരു വസ്തുവിൽ ബലം ഉപയോഗിക്കുമ്പോൾ അതിനെതിരെയായി ആ വസ്തുവിൽ ഉളവാക്കുന്ന ആന്തരിക ബലമാണ് ഇലാസ്തിക ബലം എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. ഇലാസ്തിക പ്രകടിപ്പിക്കുന്ന വസ്തുവാണ് റബ്ബർ. സ്റ്റീലിന്റെ ഇലാസ്തിക റബ്ബറിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 78 എന്താ ആൻസർ? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ? എ ആണെന്നോ? സി തെറ്റാണെന്ന് പറയുന്നു. ഇലാസ്തികം സ്റ്റീലിന്റെ ഇലാസ്തിക റബ്ബറിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നു. എല്ലാം ശരിയാണ്. റബ്ബറിനാണ് കൂടുതല്. എടാ മക്കളെ, സ്റ്റീലിന്റെ ഇലാസ്തിക റബ്ബറിനേക്കാൾ കൂടുതലാണ്. സി കറക്റ്റ് ആണ്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഇലാസ്റ്റിസിറ്റി കൂടുതൽ എപ്പോഴും സ്റ്റീലിനാണ്. റബ്ബറിനേക്കാളും കൂടുതലാണ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലിന് കേട്ടാ. പെട്ടെന്ന് ചേരുംപടി അങ്ങോട്ട് ചേർത്ത്. ഏതാ വരിക?
ഒന്നാമത്തെ ബി. രണ്ടാമത്തെ ശരിയാണോ? ഓപ്ഷൻ ബി ആണ്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ് അല്ലെ? ഡെസിബൽ ആണെന്ന് കൂടി അറിയാതെ. ആവർത്തിയാണ് ഹെഡ്സ് അല്ലെ? ദെൻ വാട്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ആ ശബ്ദത്തിന്റെ ആവർത്തി എത്രയാണ്? 20 ഹെഡ്സിന് എപ്പോഴും ചോദിക്കും കേട്ടോ. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഓക്കെ ആണോ? ദെൻ വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. എങ്ങനെയാ വരിക? 82ാമത്തെ. ഇരുമ്പ്, ജലം, വായു ആണോ? വായു, ജലം, ഇരുമ്പല്ലേ? വായു, അങ്ങനെയല്ലേ? വായു, ജലം, ഇരുമ്പ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല കേട്ടാ. ആദ്യം വായു, ജലം, ഇരുമ്പ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വായു, ജലം, ഇരുമ്പ്. വായു, ജലം, ഇരുമ്പ് തന്നെയാണ് കേട്ടോ. വായു, ജലം, ഇരുമ്പ് തന്നെയാണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? കൂടി വരുന്ന ക്രമമാണെങ്കിൽ ശരിയല്ലേ? കൂടി വരുന്ന ക്രമം നോക്കിയേ. വായു, ജലം, ഇരുമ്പ്. കൂടി വരുന്ന ക്രമമാണെങ്കിൽ വായു, ജലം, ഇരുമ്പ്. ക്ലിയർ ആണോ? കൂടി വരുന്ന ക്രമമാണെങ്കിൽ വായു, ജലം, ഇരുമ്പ്. ശരിയല്ലേ? ദിശ ചേർത്ത് പറയുന്ന അളവുകൾക്ക് ഉദാഹരണം. നോക്കേണ്ട ആവശ്യമൊന്നും, ക്ലിയർ ആണ്, സത്യമാണ്, ഉള്ള കാര്യം. വായു, ജലം കൂടി വരികയാണെങ്കിൽ വായു, ജലം, ഇരുമ്പ് തന്നെയാണ് കേട്ടോ. എന്താണ് ദിശ ചേർത്തി പറയുന്ന ഉദാഹരണം? ഏതാ വരിക? ദിശ ചേർത്തി പറയുന്ന അളവുകൾക്ക് ഉദാഹരണം ഏതാണ്? ഏതാണ്? പ്രവേഗമാണ് അല്ലെ? എന്താണ്? ദൂരവും സമയവും സെക്കൻഡൊക്കെ എന്താണ്? അദീശ അളവുകളാണ് അല്ലെ? അദീശ അളവുകളാണ്. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദീശ അളവുകൾ. ദിശ ചേർത്ത് പറയുകയാണെങ്കിൽ അത് സദീശ അളവുകളാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായ പ്രതിഭാസം. ഏതാണ്? പൂർണ്ണാന്തര പ്രതിഭാസം. ഏതാണ്? പൂർണ്ണാന്തര പ്രതിഭാസം. എന്താ പറഞ്ഞ? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. പോസിറ്റീവ് അല്ലേ? സോറി. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഓപ്ഷൻ സി ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനം ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനം. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? എത്രയാണ്? 3,00,000 കിലോമീറ്റർ. സൂര്യപ്രകാശത്തിലെ ഏതു കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാകാൻ സഹായിക്കുന്നത്?
അയ്യോ ഞാൻ കോൺവെക്സ് പറഞ്ഞു, കോൺവെക്സിന് പോസിറ്റീവ് ആണ്, കോൺവെക്സിന് പോസിറ്റീവ് ആണ് ഞാൻ പറഞ്ഞു. അറിയാതെ ഇവിടെ നിന്നപ്പോ കണ്ടില്ല, ഒന്ന് ക്ഷമിക്കി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് ക്ലിയർ ആയൂല്ല. ദെൻ പ്രകാശം എന്ത് സംഭവിക്കും? ഇൻഫ്രാറെഡ് രശ്മി ട്ടോ, ഇൻഫ്രാറെഡ് രശ്മിയാണ്. ദെൻ സോപ്പ് കുമിളിയിൽ കാണപ്പെടുന്ന വർണ്ണങ്ങളായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം. ഏതാണ്? 88. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഇന്റർഫറൻസ്. ജലത്തിനടിയിൽ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ജലത്തില് ഹൈഡ്രോഫോൺ ആണ്. ഏതാണ്? ഹൈഡ്രോഫോൺ ആണ്. ക്ലിയർ ആണോ? ശരിയായത് വിലയിരുത്തുക, ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ എന്നാണ് പറയുന്നത്. അത് വളരെ ശരിയാണ്. 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3500 ആണ്. തെറ്റ്, 3600 ദെൻ 1 ജൂൾ പറഞ്ഞ 10⁻⁴ ശരിയാണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പറയുന്നു. അല്ല, ആരാണ്? തോമസ് യങ് ആണ്. ആരാണ്? തോമസ് യങ് ആണ്. ഊർജ സംരക്ഷണ നിയമമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ക്ലിയർ ആണോ? ഊർജ സംരക്ഷണ നിയമമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ എയും ഡിയും തെറ്റ്. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? ഏതാ വരിക? തൊണ്ണൂറ്റി ഒന്നാമത്തെ. ഓപ്ഷൻ ബി വരും അല്ലെ. പ്രകാശത്തിന് പ്രകീർണം ഉണ്ടാകുന്നു. ക്ലിയർ ആണോ? താഴെ പറയുന്നതിൽ ശരിയായത് വിലയിരുത്തുക. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത്. ഡാണ്ട് കേട്ടാ, ഊർജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണെന്ന് പറയുന്നു. ശരിയാണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്താണ്? ക്രയോജനിക്സ് അല്ലെ. താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ഉപകരണമാണ് തെർമോമീറ്റർ. ശരിയാണല്ലോ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാം ശരി. അഗസ്റ്റമാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. ഓപ്ഷൻ ബി ആണ്. CV രാമൻ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം ഏതാണ്? പ്രകാശമായിട്ട് അല്ലെ. ദെൻ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ മക്കളെ? തെർമോമീറ്റർ ഗലീലിയാണ്. നമുക്കറിയാം. വൈദ്യുതി ബൾബ് വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യുന്നു? പ്രകാശോർജം താപോർജമായിട്ട് അല്ലെ. ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമം കെപ്ലർ ആണ് അല്ലെ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. ക്ലിയർ ആണോ? ദെൻ ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫും പവറും പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഈ സമവാക്യം നിങ്ങളൊന്ന് ബൈഹാർട്ടായിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ. സമവാക്യം ഒന്നും പഠിക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സമവാക്യം നിങ്ങൾ എപ്പോഴും ബൈഹാർട്ടായിട്ട് തന്നെ പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രോബ്ലംസ് ആയിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അപ്പൊ ഈ സമവാക്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായി ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഏതാണ് വരിക? 99.
എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറയുക, ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം. എ ആണ് അല്ലെ, ഓപ്ഷൻ എ ആണ് അല്ലെ. ഇതാണ് ഓപ്ഷൻ എ ആണ്. ഈക്വൽ ടു 1/f. ക്ലിയർ ആണോ? Then അടുത്ത നമ്മള് 100ാമത്തെ ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്ര ആരം 40 സെന്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? തെർമോമീറ്റർ ആരാ കണ്ടുപിടിച്ചത്? തെർമോമീറ്റർ എത്ര ആൻസർ വരിക? 20 സെന്റിമീറ്റർ വരും അല്ലെ, 20 സെന്റിമീറ്റർ വരും അല്ലെ. എങ്ങനെയാണ് വരിക? r/2 വരും. അങ്ങനെയാണെങ്കിൽ 40/2 20 സെന്റിമീറ്റർ. ഇതാണോ? തെർമോമീറ്റർ ആരാ കണ്ടുപിടിച്ചത്? കമന്റ് ചെയ്തേ. തെർമോമീറ്റർ ആരാ കണ്ടുപിടിച്ചത്? ബാരോമീറ്റർ അല്ലേ മക്കളെ? ടോറിസെല്ലി അല്ലേ? തെർമോമീറ്റർ ആരാ കണ്ടുപിടിച്ചത്? ഗലീലിയോ അല്ലേ? മെർക്കുറി തെർമോമീറ്റർ ആണ് ഫാരൻഹീറ്റ്. ഓക്കെ ആണോ? ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ആൽബർട്ട്. ടോറിസെല്ലി എന്താണ്? ബാരോമീറ്റർ ആണ്. ക്ലിയർ ആയോ? എടാ മക്കളെ, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെർക്കുറി ആണ്, ഏതാണ്, മെർക്കുറി തെർമോമീറ്റർ ആണ് ഫാരൻഹീറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? പിന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് തോമസ് ആൽബർട്ട്. ബാരോമീറ്റർ ആണ് ടോറിസെല്ലി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ പറയുക. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ, സി യു.